ഹലോ മൈ ഡെയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിട്ട് വന്നാൽ ആദ്യം തന്നെ പറയൂട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിവിടം വരെ എത്തിയതിൻ്റെ അവസ്ഥ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ PSTയുടെ വണ്ടി കറക്റ്റാக കുഴിക്കകത്ത് പോയി ചാടുകയും ചെയ്തു. ഇനി അവിടെ നിന്ന് അതിനെ വലിച്ചു കയറ്റാനുള്ള തന്ത്രപ്പാടിലാണ് ഇനി കാര്യങ്ങൾ. കാരണം നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്രത്തോളം ഡെപ്തും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എങ്കിലും നല്ല കുഴിയായിരുന്നു കേട്ടോ. വണ്ടി അങ്ങോട്ട് ചെരിയാനുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്നു, ബാക്ക് വീല് പൊങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എങ്ങനെയും വലിച്ച് മേളിലേക്ക് കയറ്റണം. അതിനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്ക്. ഇടയ്ക്കിടയ്ക്ക് ഞാനും പറഞ്ഞു തരാം ഡീറ്റെയിൽ കേട്ടോ. അങ്ങോട്ട് വലിക്കേ നീ അങ്ങനെ നിർത്തിക്കോട്ടോ. പോട്ടെ 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 നിർത്തല്ലേ. അടിപൊളി ക്ലൈമറ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടാസ്കും. വലിക്കും തോറും കുഴിയിലേക്ക് പോകുന്ന ഒരു സ്ഥലം. അവിടെ കയറുണ്ടെന്നാണോ പറഞ്ഞേ? അവിടെ ഇടാൻ സ്ഥലമില്ല. PSTയുടെ കാലൊക്കെ ഇട്ട് അകത്തിരുന്നാലും മതി. കുഴിയിലേക്ക് നന്നായിട്ട് ചെരിഞ്ഞ് പോവാം. വിഞ്ചിട്ടിട്ടും അങ്ങോട്ട് പോകട്ടെ. ബാക്കിൽ നിന്ന് വലിക്കുക. എങ്ങോട്ട് കയറാൻ? റോപ്പിന് സ്ഥലമില്ലേ? PST, നീ ആ കയ്യിൽ പിടിച്ചോണ്ട് അകത്ത് കയറി ഇരിക്കുന്നേ അങ്ങോട്ട്. ജാസിനെ, ഈ വിഞ്ചെടുത്ത് അപ്പുറത്തേക്ക് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? വണ്ടി ഇച്ചിരി ഇങ്ങോട്ട് വലിക്കുമോ? പൊക്കില്ലേ? ആ ഫ്രണ്ടിലത്തെ സാധനത്തിൽ അതിലിട്ടാനോ? അതൊരു കുഴപ്പമില്ല, കെട്ടിയിലാണ് വെക്കാതെ. ആ, നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്, നല്ല നന്നായിട്ടുണ്ട്. എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ കാഴ്ചയൊക്കെ കയറിയിപ്പുണ്ട്. അങ്ങനെ മുന്നും കുത്തി മൂക്കും കുത്തി താഴെ ചാടാണ്ട് നോക്കിയാൽ നിനക്ക് കൊള്ളാം. ആ കുളത്തിലിട്ടാലോ? ആ, അതിൻ്റെ അടിയിൽ സ്ഥലമൊന്നുമില്ല. ചേസ് വട്ടം ഇട്ടാലോ? നല്ല രീതിയിൽ പെട്ടിരിക്കണേ കേട്ടോ. പുറയിൽ ഒട്ടും കയറില്ല അല്ലേ? നല്ല നല്ല കുഴിയിലാട്ടോ പെട്ടിരിക്കണേ. ചേച്ചിയിലൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഓ, അങ്ങനെയാണല്ലേ. എടാ, അതുപോലെ ചേച്ചി ബാക്കിലേക്ക് ഇട്ടാലോ? ബാക്കിലിടാൻ പറ്റില്ലടാ ചേച്ചിയിൽ. അതുപോലെ അതിനെ ബാക്കിൽ അതുപോലെ ചേച്ചി കൂടെ ഇട്ട് ആ വണ്ടിയിലേക്ക് ഇട്ട് കൊടുത്താലോ? കുഴപ്പം ചേച്ചിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് ബാക്കിലെ ചേച്ചില് നീ എന്തിനാ കല്ലൊക്കെ പറക്കണം? നീ ഈ കല്ലിന്റെ പേരിൽ നീ എന്ത് സംഭവിച്ചോ നീ നോക്കൂ. പോട്ടെ, തലയിൽ ഇടിച്ചു. അടയ്ക്കോ? പോട്ടെ. Back
ശ്രദ്ധിച്ചോട്ടോ. പിഞ്ച് പയ്യെ പയ്യെ ഇവിടുന്ന് ടൈറ്റ് ആകുമ്പോ അവിടുന്ന് പയ്യെ പയ്യെ ലൂസ് ആക്കണം. ഇവിടുന്ന് ടൈറ്റ് ചെയ്യുമ്പോ അവിടുന്ന് പയ്യെ പയ്യെ ലൂസ് ആക്കണം. പതുക്കെ തരിക, ഒറ്റവലി കളിക്കാറുണ്ടായി. പതുക്കെ പതുക്കെ പതുക്കെ. അങ്ങോട്ട് തിരിച്ചുകൂടി, അങ്ങോട്ട് തിരിച്ചുകൂടി, അങ്ങോട്ടല്ല അങ്ങനെയല്ല. പോട്ടെ പോട്ടെ. ഏയ് തിട്ടടിയും അങ്ങോട്ട് വലിക്കണം, അങ്ങോട്ട് കയറിക്കോ. അത് ഊരിക്കേ, അത് ഊരിക്കേ, അത് ഊരിക്കേ. ഇവിടുന്ന് വലിക്കാം അങ്ങോട്ടോ. ആ കയറിക്കോ, ഇവിടെ താങ്ങി പിടിക്കണമായി. ഒറ്റവലി വിളിക്കാൻ പറ്റുമോ? ഒറ്റവലി അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ. പതുക്കെ എടുത്തായി നേരെ വണ്ടി. പോട്ടെ 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 പോട്ടെ. കാല് കൊടുക്കല്ലേ, കാല് കൊടുക്കല്ലേ, നീ കാല് കൊടുക്കല്ലേ. പോട്ടെ 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 കുഴപ്പമില്ല. പോട്ടെ 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 അടിച്ചോ അടിച്ചോ. പോട്ടെ പോട്ടെ. നീ കാല് കൊടുത്തോ, വീട്ടിൽ കാല് കൊടുത്തോ. പോട്ടെ പോട്ടെ കുഴപ്പമില്ല. അങ്ങനെ പോട്ടെ 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 വണ്ടി പോട്ടെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞ വീഡിയോയിൽ കാണുമ്പോഴത്തേനും ഓർക്കും ഇത് എന്നതായി കാണിച്ചുകൊണ്ടിരിക്കണം, ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് കയറി പോകാത്ത എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷെ ഒരു തവണയെങ്കിലും ഓഫ് റോഡ് പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും എന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മൾ ഈ കാണുന്ന കുഴിയും ഇങ്ങനെയൊന്നും അല്ലാട്ടോ അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളും. അത് ചെന്ന് ചാടി കഴിയുമ്പോഴാണ് ഇതെല്ലാം മനസ്സിലാവുള്ളൂ. ഇത് കേൾക്കണമെന്നേ. അത് ആ വണ്ടി കാല് കൊടുത്തടാ നമുക്ക്. ബാ 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 ബാ. എടാ പുറകിൽ നിന്ന് തള്ളി കൊടുക്കാൻ പറ്റുന്നില്ലേ? ഇതിനിപ്പോൾ സംഭവിച്ചേക്കുന്നത് വണ്ടി അവിടെ ചെരിഞ്ഞ ഒരു ടയർ, രണ്ട് സൈഡിലെ ടയർ മൊത്തം കുഴിയിലേക്ക് ചാടിയപ്പോഴേക്കും അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മുടെ ഹൗസിംഗ് എല്ലാം കൂടി ഒരു കല്ലയിൽ ഇടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ വലിച്ചു കഴിഞ്ഞാലും ആ കല്ല് ടൈറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ലാഗ് വന്നേക്കണം കേട്ടോ. വലിക്കല്ലേ, മാറിക്കോ, ചാൻസ് അവിടെ നിന്ന് മാറാം. വലിച്ചോ ഓടാ. ഒന്ന് പതുക്കെ കാല് കൊടുത്തടാ, പതുക്കെ കാല് കൊടുത്തേ. വലിച്ചേക്കാ. പോട്ടെ പോട്ടെ പോട്ടെ. കേറണ്ട കേറണ്ട. പോട്ടെ പോട്ടെ. അങ്ങനെ കിട്ടൂല, അത് പിന്നെ ഇടിക്കുള്ളൂ. അങ്ങോട്ട് കയറണം വണ്ടി. എടുത്തോ എടുത്തോ എടുത്തോ. പൊട്ടരുത്. ആടമാടുന്നോ വഴിയും. വണ്ടി രക്ഷിച്ചു. കാറിനെ കയറി വന്നു ഗൈസ്. ഗൈസ് അവസാനം വണ്ടി കയറി ഗൈസ്. അശ്മുക്ക് ആരാ നോക്കണമെന്നാ? മാത്രം അങ്ങനെ അവിടുന്ന് നമ്മുടെ വണ്ടികളെല്ലാം തന്നെ മേലേക്ക് കയറി ആഴ്ചത്തിന് വേണ്ടി കയറി വന്നോട്ട് ഇനി അങ്ങോട്ടൊക്കെ ഉള്ളൊരു ടാസ്ക് ഉണ്ട്. അത് നോക്കിയോ, മൊത്തം പോയി കിടക്കുക.
അപ്പോൾ ഇത് കണ്ടത് തന്നെ മരു പറഞ്ഞു വണ്ടി കയറൂല തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു രസമുള്ള, എന്ത് വില കൊടുത്താണെങ്കിലും കയറണം എന്നൊരു തീരുമാനം അപ്പം തന്നെ മനസ്സിലേക്ക് വന്നു. ഓൾറെഡി ഞങ്ങൾ ഇവിടെ ചെന്ന് കയറാൻ തന്നെ കാരണം ഇതുപോലെ ഒരു ഫോട്ടോ കണ്ടതാണ്. മൊത്തം വഴി പോയി കിടക്കുക, എപ്പോഴും ടാസ്ക് ഉണ്ടായിരുന്ന സ്ഥലം എത്തണ്ട, അതിന് മുമ്പ് തന്നെ ഫുള്ള് ടാസ്ക്കായിട്ട് കിടക്കുവാണ് എന്നിങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തവണ എന്തായാലും വേണ്ടി അവിടെ പോയി കയറണം എന്നൊരു തീരുമാനം എടുത്തത് കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ ടാസ്ക് ആയിരുന്നു, അത് വലിയ കുഴികളായിരുന്നു, വണ്ടി കയറില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞൊരു സമയമായിരുന്നു കേട്ടോ. എല്ലാവരും കുറേ സ്ട്രഗിൾ ചെയ്തു. എന്തായാലും കണ്ടു നോക്ക്. പിന്നെ അവിടെ തന്നെ കയറ്റണം. ഇവിടെ ബാക്കി ഇറങ്ങിയിട്ട് കയറാൻ പറയാം. പോട്ടെ പോട്ടെ, ചാലായി ചാലായി ചാലായി. ഞാൻ അപ്പുറത്തോട്ട് നോക്കാം, നിങ്ങൾ മേലെ കിടന്നേ. പേടിച്ച് ആ വണ്ടി തിരിഞ്ഞപ്പോൾ തന്നെ പുള്ളി തിരിച്ചുവിട്ടായിരുന്നു. ആ പറ്റില്ല, ലോക്കായി പോയി, വട്ടമായി പോയി. അവിടെ കേട്ടാണെങ്കിലും ഇപ്പം ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് കയറിയാലും മേളിലേക്ക് പോകുമോ എന്നുള്ള കാര്യം ഉറപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മേളിൽ പോയി വഴി നോക്കിയിട്ട് വാ, എന്നിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടാമെന്നുള്ള തീരുമാനത്തിലെത്തി കേട്ടോ. കാരണം താഴത്ത് നമ്മൾ വേങ്ങി വലിയ മേളിൽ കയറിയിട്ട് വണ്ടി ചിരിക്കാൻ പോലും ചിലപ്പോൾ സ്ഥലം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മേളിലേക്ക് വഴി നോക്കാൻ വേണ്ടി പോയി നോക്കി. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സാധാരണ അതിൽ എപ്പോഴും ടാസ്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഏരിയ ആണ് ഇവിടെ പക്ഷേ വളരെ ഈസിയാണ്. പക്ഷേ താഴെയാണ്, ഇവിടെ നിന്നെല്ലാം മൊത്തം കല്ലൊക്കെ വന്ന് അടിഞ്ഞുകൂടി കല്ലൊക്കെ ഇട്ട് ലെവലായതുകൊണ്ട് തന്നെ ഈ വഴിയിലേക്ക് പ്രശ്നമില്ല. ഇവിടെ നിന്ന് താഴത്തേക്ക് മൊത്തം വെള്ളം ഒഴുകി പോകാൻ തുടങ്ങി. ഇവിടെ ഇപ്പോൾ കല്ലൊക്കെ ഇട്ടപ്പോൾ മൊത്തം കല്ലൊക്കെ ഫില്ല് ചെയ്തു. മേളിൽ നിന്നുള്ള മണ്ണും ചെളിയും എല്ലാം കൂടെ ഒഴുകി കറക്റ്റായിട്ട് ഏണിയെ കൂടെ വന്ന് നേരെ താഴത്തെ വഴിയിലേക്ക് പോയി. അവിടെ കല്ലും കാര്യങ്ങളും കുറവായതുകൊണ്ട് തന്നെ അവിടെ വലിയ കുഴിയായി. അതാണ് ഇവിടെ സംഭവിച്ചത് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഈ ഭാഗത്താണ് എപ്പോഴും നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം. എന്നായാലും വെള്ളം ഇനി മേളിലേക്ക് തന്നെ പോകണം എന്നുള്ള തീരുമാനം എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമല് വിഞ്ചൂരി എടുത്തിട്ട് അടുത്തൊരു കല്ലേക്ക് ഇട്ടി, ആ കല്ല് വലിഞ്ഞ് താഴെ ചാടി. അതൊക്കെ ഭയങ്കര സംഭവങ്ങളും ബിറ്റുകളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ സംഭവിച്ചു കേട്ടോ. നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാട്ടോ അവിടെ. ഇപ്പം നോക്കുമ്പോൾ ലെവൽ വഴി പോലെ തോന്നിക്കണു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കുഴി കയറി പോയാൽ എന്താ, അങ്ങനെ ചെരിയുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൊരു ആന്തൽ വരും. കാരണം നന്നായിട്ട് വണ്ടി ചെരിയും കേട്ടോ. പക്ഷേ അത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര അങ്ങ് ഫീൽ ചെയ്യുന്നില്ല. ആ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വലിയ കുഴിയാണ്. അപ്പോൾ ആ കുഴിയിലേക്ക് വണ്ടി ചെരിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴീനെ ക്രോസ് കടന്ന് മേളിലേക്ക് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ കടന്നു കണ്ടത് നേരെ ഒന്ന് ആ തിട്ടയിലാണ് ഇടിച്ചത്. കണ്ട് ഇങ്ങനെ ക്രോസ് കയറി പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് വണ്ടി കയറ്റാം. കാരണം നടുക്ക് വലിയൊരു കുഴിയാണ്. ഇപ്പോൾ ഒരാൾക്കാരുടെ ഇടയ്ക്ക് ഇറങ്ങി നിൽക്കുക, അത്രയും വലിയ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ വണ്ടിക്ക് വിട്ട് കുറവാണ്. അപ്പോൾ യാസീനിപ്പിയുടെ ബൊലേറോ അമലിൻ്റെ ബൊലേറോ ഇതിങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ അതിവിടെ കവച്ച് കടന്നു പോകും. പക്ഷെ നമുക്കത് പറ്റത്തില്ല. നമ്മളിന്ന് ചെരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ യാസീനിപ്പിയുടെ വണ്ടിയിലെ കയറ്റി വിടാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും മാക്സിമം ശ്രമിച്ചു നോക്കാമെന്നും പറഞ്ഞ് നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ശ്രമിക്കുവാണല്ലോ എല്ലായിടത്തും ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വീണ്ടും വന്നിട്ട് ആ കുഴി തന്നെ വന്ന് ചാടുക. അതിൽ വന്ന് ചാടി അവിടെ പെട്ടു. അതിൻ്റെ അകത്തോടെ ക്രോസ് കടന്നു പോകാൻ നമുക്ക് പറ്റണില്ല, നമ്മുടെ വണ്ടിക്ക് വീതി കുറവായതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പം വേറെ ഒന്നുമില്ല, നേരെ യാസീൻ്റെ വണ്ടി ഇനി കയറ്റി വിടുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. അവൻ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പറ്റും. ഓക്കെ അങ്ങനെ വെല്ലുവിളിയായിട്ടുണ്ടോ?
വണ്ടി പറയാ കൊച്ചൂരിലല്ലേ ഇത് സംഭവം എന്താ ആണേ നമ്മൾ എവിടെ പെട്ടുപോയാലും നമ്മൾ ഒറ്റ തവണ കയറ്റിയിട്ട് ഇറങ്ങി പോണേക്കാളും നല്ലത് പല തവണയായിട്ട് വണ്ടി കയറ്റുക. കയറ്റി അവിടെ ഒരു ചാല് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചാല് വന്നു കഴിഞ്ഞാൽ വണ്ടി പിന്നെ കയറി കൂട്ടും. അപ്പോൾ നമ്മുടെ കൂട്ടി നമ്മുടെ വണ്ടി കയറ്റി കുറച്ചായി, പിന്നെ യാസീനിപ്പിയുടെ ബാക്കി കയറ്റി. അപ്പോൾ അങ്ങനെ ഓരോ വണ്ടി കയറുമ്പോഴും ടാസ്കുകൾ കിട്ടും, വണ്ടി മറിയാൻ ചാൻസും ഉണ്ടെങ്കിലും എന്താ സംഭവിച്ചെന്നുള്ളതിനെ അടുത്ത ദിവസം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.